ഹായ് ഡിയേഴ്സ്, ഞാൻ ലേന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് 10 മണി ചെടിയിൽ നിറയെ പൂടാനും അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള പൂണ്ടാവാനും വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. സാധാരണ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന 10 മണി ചെടിയിൽ നല്ല വലിപ്പമുള്ള പൂവായിരിക്കും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൂക്കൾ ചെറുതായി പോകും. അപ്പോൾ വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ഇന്ന് പറയാം. അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു വളം കൂടി ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 10 മണി ചെടിയിൽ നിറയെ പൂ ഉണ്ടാകുന്ന സമയമാണ്. സമ്മർ സീസണിൽ നമുക്ക് നല്ല കളറുകളിൽ നമുക്ക് ഇഷ്ടം പോലെ പൂ കിട്ടുന്ന ഒരു ചെടിയാണ് 10 മണി ചെടി എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ചെറിയ കഷ്ണം കിട്ടിയാലും നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയുമാണിത്. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് പൂ വിരിയാനായിട്ട് നമുക്ക് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സാണ്. പോട്ടിംഗ് മിക്സ് നല്ല രീതിയിൽ തന്നെ വളമൊക്കെ മിക്സ് ചെയ്തൊരു പോട്ടിംഗ് മിക്സിൽ നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കുക. മണ്ണിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എപ്പോഴും നിറയെ പൂ കിട്ടും. നമ്മൾ ചട്ടിയിൽ നടുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. നല്ല രീതിയിൽ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയെടുക്കുക. വളങ്ങൾ മിക്സ് ചെയ്ത് കുറച്ച് ചാണകപ്പൊടിയും കമ്പോസ്റ്റും അതുപോലെ എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്ത ഒരു മിക്സിൽ വേണം നമ്മുടെ കഷ്ണങ്ങളെ നമ്മൾ നട്ട് വളർത്താനായിട്ട്. അതാണ് നമ്മൾ ഒന്നേന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല വെയിലാണ്. നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തിരുന്നാലാണ് ഈ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പം നല്ല വെയിലും അതുപോലെ വളക്കൂറുള്ള മണ്ണും കിട്ടിക്കഴിയുമ്പോൾ ഈ ചെടി നല്ല തിക്കായിട്ട് വളർന്നു വരാൻ തുടങ്ങും. തിക്കായിട്ട് വളർന്നു വന്ന് പൂ വിരിയാനും തുടങ്ങും. പക്ഷേ കുറച്ച് പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ചട്ടിയിലേക്ക് വളം കൊടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് ഓർഗാനിക് വളങ്ങൾ മണ്ണിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണമെന്നൊന്നും വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് ഈ ചെടി ഉണ്ടാവും, പക്ഷേ പൂക്കൾ കുറയാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് NPKയുടെ 19-19-19 പോലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള വളങ്ങൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്ത ചെടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ചെടിക്ക് NPK മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ പൂക്കളുണ്ടായി, പക്ഷേ പൂക്കളുടെ വലിപ്പം എന്ന് പറയുന്നത് വലിയൊരു വലിപ്പത്തിലേക്ക് പൂക്കൾ വന്നില്ല. എങ്കിലും നിറയെ പൂക്കളുണ്ടായി NPKയുടെ വളം കൊടുത്തപ്പോൾ. ഈ ചെടികളിലെ പൂക്കൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല വലിപ്പത്തിലുള്ള പൂക്കളാണ് ഈ ചെടിയിലൊക്കെ ഉണ്ടായത്. ഈ ചെടിക്ക് ഞാൻ കൊടുത്തത് ഫാക്ടം ഫോസ് എന്ന് പറയുന്ന വളമാണ് ഞാൻ ഈ ചട്ടികളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ചട്ടികളിലൊന്നും ഞാൻ NPK കൊടുത്തിട്ടില്ല, ഫാക്ടം ഫോസ് മാത്രമാണ് കൊടുത്തത്. അപ്പോൾ ഫാക്ടം ഫോസ് കൊടുക്കുമ്പോൾ നിറയെ പൂക്കളുണ്ടായി, അതുപോലെ തന്നെ നല്ല വലിപ്പത്തിലുള്ള പൂക്കളും കിട്ടി. അപ്പോൾ നമുക്ക് 10 മണി ചെടിയിൽ പരീക്ഷിക്കാൻ പറ്റിയൊരു വളമാണ് ഫാക്ടം ഫോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ NPKയുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള വളം എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റിയൊരു വളം തന്നെയാണത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫാക്ടം ഫോസും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയെ പൂക്കളും അതുപോലെ നല്ല വലിപ്പമുള്ള പൂക്കളും നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു ചെറിയ സ്പൂൺ ഫാക്ടം ഫോസ് നമ്മുടെ ചട്ടിയിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ NPK വെള്ളത്തിൽ ലയിപ്പിച്ച് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് അതും കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്താൽ നമ്മുടെ ചട്ടികളിലൊക്കെ നിറയെ പൂക്കൾ വരും. ഇതാണ് ഫാക്ടം ഫോസ് എന്ന് പറയുന്ന വളം. നമുക്കിത് കടകളിൽ നിന്ന് ഒരു 20 രൂപ ഒക്കെ റേറ്റിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും, വളങ്ങളൊക്കെ വിൽക്കുന്ന ആ കടയിൽ നിന്ന്. അപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയ സ്പൂൺ നമ്മുടെ 10 മണിയുടെ ചട്ടികളിൽ നേരിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് 10 മണി ചെടികളിൽ വിത്തുകൾ താഴെ മണ്ണിലൊക്കെ വീണ് മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഫാക്ടം ഫോസ് കൊടുത്തതിന് ശേഷമാണ് അങ്ങനെ കൂടുതലായിട്ട് എനിക്കങ്ങനെ വിത്തുകളൊന്നും അങ്ങനെ ഒരുപാട് മുളച്ച് കിട്ടാറില്ല. ഈ പഴ്സലേൻ്റെ പിന്നെയും മുളയ്ക്കാറുണ്ട്, പോർച്ചുലാക്കയുടെ ഒട്ടും മുളച്ച് കിട്ടാറില്ല. ഈ പോർച്ചുലാക്കയുടെ വിത്തുകൾ എനിക്ക് മുളയ്ക്കാൻ തുടങ്ങിയത് അത് കൊടുത്തു തുടങ്ങിയ പിന്നെയാണ്. ഇതാണ് 19-19-19 എന്ന് പറയുന്ന വളം. ഇതും നമുക്ക് വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് ജസ്റ്റ് നമ്മൾ നനയ്ക്കാൻ വെള്ളം എടുക്കുമ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുമ്പോൾ നമുക്കൊരു 2-3 സ്പൂൺ ആ ബക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നേരിട്ട് നമുക്ക് ജസ്റ്റ് ചെടികൾ നനയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും നമുക്ക് ട്രൈ ചെയ്യാവുന്നൊരു വളമാണ്. ഇത് കൊടുക്കുമ്പോഴും നമുക്ക് നിറയെ പൂക്കൾ കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് പൂക്കളാണ് 10 മണി ചെടികളുടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.